ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ലൊരു സൺഡേ ആണല്ലേ. ഇത് സൺഡേ ആയിട്ട് എന്താ രാവിലെ തന്നെ തലേൻ്റെ മുകളിൽ മണക്കണേന്ന് വെച്ച് നോക്കുമ്പോൾ ഉണക്കമീനാണ് കേട്ടോ. ഉണക്കമീൻ തൂക്കിയിട്ട് എൻ്റെ വീട്ടിലാണ് വന്ന് നിന്നത്. പിന്നെ രാവിലെ ഉപ്പുമാവായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഉപ്പുമാവ് എങ്ങനെയാണെന്ന് വെച്ചാൽ സവോള അരിഞ്ഞ് അതിനകത്ത് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വാട്ടിയെടുക്കുന്ന കൂടുതൽ കുറച്ച് തേങ്ങയും കൂടെ ചിരകിയിട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് റവ ഇട്ടിട്ട് ഉപ്പുമാവാക്കി നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു കറിയും വേണമെന്നില്ല, നമുക്ക് വെറുതെ തിന്നാൻ തോന്നും കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമല്ല, മാസമായും തോന്നുന്നു അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഞാനും ആദ്യക്കുട്ടനും കൂടെ തിരിച്ച് പോരുന്ന വഴി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ബ്രെഡ് വാങ്ങി. അങ്ങനെ ഒന്ന് രണ്ട് സാധനം വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മളെ താഴത്തെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ ടൈലിൻ്റെ പണീൻ്റെ നമ്മളെ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ. ഇത് നടക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല. പിന്നെ നമ്മൾ അയൽക്കൂട്ടം കുടുംബശ്രീയൊക്കെ നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട് എന്നാൽ പിന്നെ ഏതായാലും ഇതും കൂടി ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇത് ചെയ്യാതെ വരണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ആഗ്രഹം നമുക്ക് ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ അതങ്ങനെ നടത്താമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ടൈലിടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി പണി തീർത്തിട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പം നേരെ വരുന്ന വഴി ഇത്തിരി ചിക്കനും വാങ്ങിയിട്ടാണ് ഞാൻ ആദ്യക്കുട്ടന് പോകുന്നത് കേട്ടോ. അങ്ങനെ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉള്ളി മസാലയെല്ലാം വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചിക്കനൊക്കെ മോനൂസ് കഴുകി റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ചിക്കനകത്തേക്ക് മസാലക്കൂട്ട് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള എല്ലാം ചേർത്ത് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുക്കറിൽ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അടുപ്പത്തേക്ക് മാറ്റി. അങ്ങനെ ചിക്കൻ അടുപ്പത്ത് കിടന്ന് നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു എന്നൊന്നും ഇല്ലല്ലോ, മക്കൾക്കാണെങ്കിലും ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് എന്ത് ചെയ്തു, ഫ്രൈ ആക്കി വറുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനകത്ത് ലേശം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ മസാല വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അടുപ്പത്തായിരുന്നില്ല ആദ്യം വെച്ചത്, കുക്കറിലായിരുന്നു കേട്ടോ. പിന്നെ താഴത്തമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. താഴത്തമ്മ വന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ എന്തേ കുട്ടിയെ ഈ അടുപ്പത്ത് വെക്കാഞ്ഞേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മേ നേരം വൈകിപ്പോയി അമ്പലത്തിൽ പോയി വന്നപ്പോൾ. സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് ഞങ്ങൾ ബ്രെഡും ചിക്കൻ കറിയും കഴിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ഇല്ലേ കുടു, കുറേ നാളായില്ലേ? പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ബ്രെഡും ചിക്കൻ കറിയായിട്ട് കഴിച്ചു കേട്ടോ. ഒന്ന് ഉച്ചക്കത്തേക്ക് ആണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആയത്. ഇപ്പോഴാണ് ഞങ്ങളതെല്ലാം കഴിച്ചു കഴിഞ്ഞത് കേട്ടോ. ഉച്ചയ്ക്ക് 1 മണിയാവാനായി.